ഹായ് ഹലോ എല്ലാ മുത്തുമണികൾക്കും ജങ്കമണികൾക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ വീഡിയോ കാണണം കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ ചേച്ചി ചോറ് കഴിക്കാൻ പോകുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നലെയൊക്കെ പറഞ്ഞില്ല വയ്യായിക കല്യാണത്തിനൊക്കെ പോയപ്പോൾ വയ്യായികയാണ്. ഇന്ന് ജോലിക്ക് പോയപ്പോഴും വയ്യായികയായിരുന്നു. മിനിറ്റ് വെച്ചാണേ ഇച്ചിരി നേരം നല്ല ഇത് ഓക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വയ്യായികയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോയി ലാബിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ അറിയാം എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കുഴപ്പങ്ങളെന്ന്. റിസൾട്ട് വന്നതിന് ശേഷം അറിയാം. ഇനി അതെല്ലാം കഴിഞ്ഞിട്ടാണ് വാദത്തിൻ്റെ ഒരു ടെസ്റ്റും കൂടെ ചെയ്യണം. അതൊക്കെ ഓക്കെ ആണെങ്കിൽ ആ ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വാദത്തിൻ്റെ ടെസ്റ്റും കൂടെ ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ, കാല് നമുക്ക് ചെരുപ്പില്ലാണ്ട് നിലത്ത് തൊടാൻ പറ്റില്ല. മാർബിൾ തറയില്ല, ടൈൽസ് തറയില്ല, കാല് നിലത്ത് തൊടാൻ പറ്റില്ല ചെരുപ്പില്ലാണ്ട്. കാരണം എന്തെന്നറിയാമോ, കാല് ഇതേ നമ്മുടെ ഉള്ളം കാല് തൊട്ട് ഉച്ചം തല വരെ തണുത്ത് കയറും. അപ്പോൾ ഈ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നോക്കണം. ആ ടെസ്റ്റ് ഇതേ വാദത്തിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന്, വാദത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന നോക്കണം. അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ്, കഴിഞ്ഞ് ഹോസ്പിറ്റലും എല്ലാം കഴിഞ്ഞ് വന്നപ്പം സമയം ഇച്ചിരിയായി. അതിനുശേഷം വന്നിട്ട് ചോറും കറിയൊക്കെ വെച്ചത്. ഞാൻ വന്നപ്പോൾ ചേട്ടൻ മരിച്ചിനെയും ചൂര മീനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ടാണ് ഞാൻ ചോറും കറിയൊക്കെ വെച്ച്. ചോറ് ചേട്ടൻ തിളപ്പിച്ചിറക്കി വെച്ചിരുന്നു. പിന്നെ ഞാൻ തേങ്ങയും തിരി വെച്ചിരുന്നു. ഞാൻ വന്ന് പിന്നെ മരിച്ചിനെ അരിഞ്ഞ് വെച്ചു, മീൻ കട്ട് ചെയ്തു, അരച്ച് അടുപ്പിൽ വെച്ചിട്ട് മീൻ കട്ട് ചെയ്തു. പിന്നെ ഒഴിച്ച് കറി വെച്ചു, നമ്മുടെ ചൂരയുടെ കുഞ്ഞ് സംഭവം ഉണ്ടല്ലോ അതിൻ്റെ തോരൻ വെച്ചു, മീൻ വറുത്തു. അപ്പോൾ ഞാൻ ഇന്നലെ ചോറ് കഴിച്ചില്ലല്ലോ, ഇന്നലെ ചോറ് കഴിച്ചു. ഇന്നലെ ചോറ് കഴിച്ചു ഇന്നലെ ചോറ് കഴിച്ചു. റേഷനരി ചോറ്. ആ ചോറ് വെച്ചത് കുറച്ചിരിപ്പുണ്ട് കേട്ടോ. ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചേന്ന് നോക്കട്ടെ. ആ ചോറ് കൊള്ളാമെങ്കിൽ ആ ചോറ് കഴിക്കാം. അപ്പം ഞാൻ എന്താ വെച്ചതെന്ന് ഏതാ വെച്ചതെന്ന് കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഞാൻ ആ ചോറ് എടുത്തിട്ട് വരട്ട്. ഫ്രിഡ്ജിൽ വെച്ചെന്ന് എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ 4 അരി ചോറ് വെച്ചിട്ട് ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. രാത്രി ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ഒന്നും കഴിച്ചില്ല, ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഇന്നലെ എന്തൊക്കെ വയ്യായിക ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത്. രാവിലെ എണീറ്റപ്പോൾ ജോലിക്ക് പോകാനേ വൈകിയിരുന്നു. ലീവില്ലാത്തത് കൊണ്ട് പോയി. അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വയ്യ സുഹൃത്തുക്കളെ. ബോഡിക്കൊന്നും അത്ര ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആ ചോറെടുത്തിട്ട് വരട്ടെ നോക്കട്ടെ. ആ ചോറ് എന്തിനാ കളയണത് നോക്കട്ടെ. കൊളായി കഴിക്കാം. അപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ എടുത്തിട്ട് വരട്ടെ. നോക്കട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഞാനപ്പോൾ അത് കഴിക്കാം. എന്തിനാ കളയണം, കുറച്ച് എടുത്ത് വയ്ക്കുക. അപ്പത്തിനും കൂടെ ആട്ടാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പം ഞാൻ ആ ചോറ് തന്നെ എടുത്തു. കളയേണ്ട സുഹൃത്തുക്കളെ. കായ്കൾ കൊടുത്ത് വാങ്ങുന്നതല്ലേ റേഷനായാലും. കറിയിൽ വയ്ക്കുക, സ്പേസ് ഒന്നുമില്ല. അപ്പം ഞാൻ കറികളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഇടണം. നോക്കട്ടെ, ബാക്ക് ക്യാമറ ഇടാൻ പറ്റി. ബാക്ക് ക്യാമറ ഇടാം. നിങ്ങളെയും കൂടെ കാണിച്ചു തരല്ലേ നമ്മൾ കറികൾ, ചോറും കറികളും. ബാക്ക് ക്യാമറ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്തെന്നറിയാമോ, ബാക്ക് ക്യാമറ എടുക്കുമ്പോഴത്തേക്കണ്ടില്ല നമ്മൾ ആ ട്രൈപോഡ് വെച്ചേക്കുന്നില്ല, വളയം കൊണ്ട് മറയുന്നു. ബാക്ക് ക്യാമറ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചേച്ചി എന്തായാലും ചോറും കറിയൊക്കെ എടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ചോറും കറി എടുത്തതിന് ശേഷം കാണിച്ചു തരാം. ചോറും കറിയും എടുത്തതിന് ശേഷം കാണിച്ചു തരാം. ചോറ്, ചൂരമീൻ കറി, ഒഴിച്ചറി, ഇതാ ഫോണിലൊക്കെ പതിയെ. എടുത്തിട്ട് കാണിച്ചു തരാവേ. ചേച്ചി എടുത്തിട്ട് കാണിച്ചു തരാം.
ബാക്ക് ക്യാമറ ഇതൊക്കെ കാണിച്ചു തരാം. റേഷൻ അരി ചോറാണേ. റേഷൻ അരി ചോറും മരിച്ചിനി, ഒഴിച്ചേറി, ചൂരമീൻ കറി, ചൂരമീനെ വറുത്തത്, ചൂരയുടെ സംഭവം ഉണ്ടല്ലോ അത് തോരൻ വെച്ചത്, ഒഴിച്ചേറി, മരിച്ചീനി, തോരൻ, വറുത്ത മീൻ, മീൻ കറി, ചോറ്. അപ്പം ഞാൻ റേഷൻ അരിയിട്ട് ചോറാണ് എടുത്തത് കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ.